The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear students, how are you all? Welcome back to our maths class. Today we will start our new chapter, chapter 11, Notes and Coins. Let us start our today's session with a pep activity, activity 11.1 on page number 57. So all of you take your studio and take the page number 57. In this pep activity, Farhan is at the shop. Farhan എവിടെയാണ് നിൽക്കുന്നത്? ഷോപ്പിൽ. His mother asked him to buy a packet of milk. അവന്റെ അമ്മ അവനോട് ഒരു പാക്കറ്റ് മിൽക്ക് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. Which one of these to give the shopkeeper to buy the milk? അപ്പോൾ താഴെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഇതിൽ ഏത് കൊടുത്താലാണ് മിൽക്ക് വാങ്ങാൻ പറ്റുക? Which one of these to give the shopkeeper to buy milk? നമുക്ക് മിൽക്ക് വാങ്ങണമെങ്കിൽ ഇതിൽ ഏതാണ് കൊടുക്കേണ്ടത്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാലേ, മണി. മണി കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലേ? മണി ഈസ് ഓഫൺ യൂസ്ഡ് ടു ബൈ തിങ്സ്. നമ്മൾ സാധാരണയായിട്ട് എന്താണ് ഉപയോഗിക്കുക? മണിയാണ് ഉപയോഗിക്കുക. എന്തിന്? സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലേ? മണി ഈസ് ഓഫൺ യൂസ്ഡ് ടു ബൈ തിങ്സ്. മണി ഏതൊക്കെ ഫോംസിലുണ്ട്? കോയിൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? നോട്ട്സ് ആയിട്ടുണ്ട് അല്ലേ? മണി ഈസ് ഓഫൺ യൂസ് ഇൻ ദ ഫോം ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്. നമ്മുടെ കൺട്രിയുടെ പേരെന്താന്ന് നമുക്കറിയാം അല്ലേ? യെസ്, ഇന്ത്യ. In India, money use is called Indian rupee. നമ്മുടെ മണിക്ക് ഒരു പേരുണ്ട്. എന്താണ്? നമ്മുടെ രാജ്യത്തോട് ചേർത്ത് പറയുന്നതാണ് ഇന്ത്യൻ റുപ്പി. ഇറ്റ് ഈസ് റിട്ടേൺ യൂസിങ് ദ സിമ്പിൾ. ഈ സിമ്പിളാണ് നമ്മൾ ഇന്ത്യൻ റുപ്പിക്ക് ഉപയോഗിക്കുക. കണ്ടോ? സം നോട്ട്സ് ആൻഡ് കോയിൻസ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ ആർ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന നോട്ട്സ് ആൻഡ് കോയിൻസ്. ഏതൊക്കെ നോട്ട്സ് ആൻഡ് കോയിൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഫസ്റ്റ് കോയിൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ദെൻ നോട്ട്. ഏതൊക്കെ കോയിൻസ് ആണുള്ളത്? റുപ്പീസ് 1, റുപ്പീസ് 5, റുപ്പീസ് 2, റുപ്പീസ് 10. ഇതിൻ്റെയൊക്കെ കോയിൻസ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ? യെസ്. താഴെ നോട്ട്സ്, നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന നോട്ട്സ് തന്നിട്ടുണ്ട്. താഴെ കണ്ടോ? എല്ലാ നോട്ട്സിൻ്റെയും കോയിൻസിൻ്റെയും താഴെ നമ്മൾ ഇന്ത്യൻ റുപ്പീൻ്റെ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ആ നോട്ട്സിൻ്റെ ഉള്ളിലും കോയിൻസിൻ്റെ ഉള്ളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ സിമ്പിള്? ഏത് സിമ്പിളാ? നമ്മൾ പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ റുപ്പീസിൻ്റെ സിമ്പിൾ ആദ്യം ഇടും, ദെൻ ആ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ? ആദ്യം റുപ്പീസിൻ്റെ സിമ്പിൾ എഴുതിയിട്ടാണ് നമ്മൾ ഏത് എമൗണ്ട് ആണെന്നുള്ളത് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഓൺ പേജ് നമ്പർ 61. ഇൻ ദിസ് ആക്ടിവിറ്റി 11.5 they ask match the value to the coins and notes. അപ്പോൾ നമ്മൾ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കോയിൻസും നോട്ട്സും തന്നിട്ടുണ്ട്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒരെണ്ണം അവർ മാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ നോക്കിയിട്ട് റൈറ്റ് സൈഡിലെ കോയിൻസിലേക്കാണോ നോട്ട്സിലേക്കാണോ മാച്ച് ചെയ്യണമെന്ന് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് മാച്ച് ചെയ്യിക്കാം. ഓക്കെ, റുപ്പീസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. റുപ്പീസ് 5 എന്ന് പറഞ്ഞാൽ 5 റുപ്പീസ് ആണ്. അപ്പോൾ ഇതിലേതാണ് 5 റുപ്പീസ് അല്ലേ? അവിടെ ഉണ്ട് അല്ലേ? കോയിൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ റുപ്പീസ് 10, ഇതിലേതാ? റുപ്പീസ് 10 നേരെ തന്നിട്ടുണ്ട്, അതിലേക്ക് മാച്ച് ചെയ്യുക. അതുപോലെ തന്നെ റുപ്പീസ് 50 എന്ന് പറയുന്നത് ഇതൊക്കെ 2 നോട്ട്സ് തമ്മിലാണ് റുപ്പീസ് 50 കിട്ടുക. റുപ്പീസ് 50യും റുപ്പീസ് 10. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യിക്കാം. റുപ്പീസ് 6 ആയിട്ടുള്ള ഒരു നോട്ടോ കോയിനോ ഇല്ല.
അപ്പോൾ ഏതൊക്കെ രണ്ട് നോട്ട്സോ അല്ലെങ്കിൽ രണ്ട് കോയിൻസോ ചേർന്നാലാണ് ₹6 ആവുക? അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുക, എന്നിട്ട് അതിലേക്ക് മാച്ച് ചെയ്യുക. Next, all of you take the activity 11.7 on page number 62. Here, Sundar accidentally broke his piggy bank. Okay, Sundar പറഞ്ഞ അയാളുടെ പിക്ചർ തന്നിട്ടുണ്ട്. Accidentally broke his piggy bank. He decided to count 4 coins at a time to calculate the amount of money. ടോട്ടൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ 4 കോയിൻസ് അറ്റ് എ ടൈമിൽ വെച്ചിട്ട് ആര് കൗണ്ട് ചെയ്യാണ്? സുന്ദർ കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സുന്ദരെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഹെൽപ്പ് ഹിം കാൽക്കുലേറ്റ് ഹൗ മച്ച് എമൗണ്ട് ഹി ഹാസ്. അവൻ്റെ കയ്യിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ സഹായിക്കാം? സുന്ദരെ സഹായിക്കാം. അറ്റ് എ ടൈമിൽ അവൻ എന്താ ചെയ്യുന്നത്? 4 കോയിൻസ് ആണ് കൗണ്ട് ചെയ്യണത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിൻസിന് പകരം ടീച്ചർ ആ നമ്പർ മാത്രം എഴുതുന്നത് ആഡ് ചെയ്യാൻ. യെസ്, അപ്പോൾ ഇതിൽ ₹5 കോയിൻ ആണ് കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് കൗണ്ടിങ് 5 എന്താണെന്ന് അറിയാം. 5, 10, 15, 20. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ആദ്യം ഒരേപോലത്തെ കോയിൻസ് ആദ്യം ആഡ് ചെയ്യുക, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരാം. 5 + 5 10, 10 + 5 15, 15 + 2, 15ൻ്റെ കൂടെ 2 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 15 മനസ്സിൽ വെച്ച് 2 കയ്യിൽ എടുക്കാം. 15 കഴിഞ്ഞാൽ 16 17. ഫസ്റ്റ് ആഡ് ചെയ്ത കോയിൻസിൻ്റെ എമൗണ്ട് എത്രയാണ്? ₹17 ആണ്. അപ്പോൾ ₹17 ഇത്. നെക്സ്റ്റ് അറ്റ് എ ടൈമിൽ എത്ര കോയിൻസ് ആഡ് ചെയ്യുന്നത്? എഗെയിൻ 4 കോയിൻസ് ആണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, സെയിം തന്നെയാണ്. ഇവിടുത്തെ സെയിം കോയിൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ടോട്ടൽ സെയിം തന്നെയാണ്, ₹17. നെക്സ്റ്റ് തേർഡ് അറ്റ് എ ടൈം 4 കോയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Yes, all the rupees are അല്ലേ? ₹1 തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ 1 + 1 2, 2 + 1 3, 3 + 1 4, ടോട്ടൽ ₹4. ഇപ്പം നമുക്ക് ഓരോ അറ്റ് എ ടൈം 4 കോയിൻസ് ആഡ് ചെയ്തപ്പോൾ എത്രയാ എമൗണ്ട്? ടോട്ടൽ എമൗണ്ട് എന്ന് കിട്ടി. ഈ ടോട്ടൽ പിഗ്ഗി ബാങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, all of you take the activity 11.9 on page number 63. In this activity 11.9, a few passengers are traveling by bus. Okay, കുറച്ച് പാസഞ്ചേഴ്സ് എവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട്? ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. The conductor asked them to give the exact amount to buy their ticket. പറയാം, കണ്ടക്ടർ പാസഞ്ചേഴ്സിനോട് പറഞ്ഞു ടിക്കറ്റിന്റെ കറക്റ്റ് എമൗണ്ട് തരാൻ. ഓക്കെ, can you help choose the rate notes and coins to give the conductor? One has been done for you. ഒരെണ്ണം അവർ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ പാസഞ്ചേഴ്സിനും സെയിം ടിക്കറ്റ് ആയിരിക്കും, സെയിം എമൗണ്ടിൻ്റെ ടിക്കറ്റ് ആയിരിക്കും അല്ല അല്ലേ? ഓരോ പാസഞ്ചറും ഓരോ സ്ഥലത്തു നിന്നാണ് കയറുക. അപ്പോൾ അതിനനുസരിച്ച് ടിക്കറ്റിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, നമ്പറിൽ തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ഏതൊക്കെ നോട്ട്സും കോയിൻസും കൂടി ചേർത്തി കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രം ആലോചിച്ചിട്ട് ആദ്യം അതിൻ്റെ പിക്ചർ വരയ്ക്കുക, അതിൻ്റെ താഴെ അതിൻ്റെ വാല്യൂ എഴുതുക. ഏതൊക്കെ നോട്ട്സും കോയിൻസും കൂടി ചേർത്താലാണ് ₹12 കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അവർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ വരച്ചിട്ടുമുണ്ട്, താഴെ അതിൻ്റെ എമൗണ്ട് വാല്യൂ എഴുതിയിട്ടുമുണ്ട്. നമുക്കിനി സെക്കൻഡ് കോളം ചെയ്താൽ മതി. ₹6 ആണ്. അപ്പോൾ നമ്മൾ കണ്ടക്ടറിന് എങ്ങനെ കൊടുക്കും? ഏതൊക്കെ നോട്ട്സും കോയിൻസും കൂടി ചേർന്നാലാണ് കൊടുക്കാൻ പറ്റുക? ₹5 കോയിൻ വരയ്ക്കാം, അല്ലെങ്കിൽ ₹5 നോട്ട് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലസ് ₹1 കോയിനും കൂടി വരയ്ക്കാം, അതിൻ്റെ താഴെ ആ എമൗണ്ട് എഴുതാം. അപ്പം നമ്മൾ എന്തായി? ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ₹6 ആയി അല്ലേ? പിന്നെ കറക്റ്റ് എമൗണ്ട് കണ്ടക്ടർക്ക് കൊടുത്തു. എഗെയിൻ നെക്സ്റ്റ് കോളം 7 ആണ് തേർഡ് കോളത്തിലുള്ളത്. അപ്പോൾ ₹7 നമുക്ക് കണ്ടക്ടറിന് കൊടുക്കണം. ഏതൊക്കെ നോട്ട്സും കോയിൻസും കൂടി ചേർന്നാലാണ് ₹7 ആവുക? യെസ്, ഒരു ₹5 കോയിനും ദെൻ 1 ₹2 കോയിൻ. ₹2 കോയിൻ കണ്ടിട്ടില്ലേ? അപ്പോൾ സിമ്പിളായിട്ട് അത് വരയ്ക്കുക, അതിന് താഴെ എമൗണ്ട് എഴുതാം. ദെൻ ലാസ്റ്റ് കോളത്തിൽ ₹11 ആണ്. ₹11 ആണ് നമുക്ക് കണ്ടക്ടറിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ കോയിൻസും നോട്ട്സും ചേർന്നാലാണ് ₹11 ആവുക? യെസ്, നമുക്ക് ₹10 നോട്ട് ഉണ്ട് അറിയാലേ? അപ്പോൾ ₹10 നോട്ട് വരയ്ക്കുക, അതിൻ്റെ താഴെ ₹10 എഴുതുക, പ്ലസ് 1 കൂടി ചേരുമ്പോഴാണ് എന്ത് വരിക? ₹11 വരിക അല്ലേ? പ്ലസ് ₹1 കോയിൻ, അതിൻ്റെ താഴെ ₹1 അല്ലെങ്കിൽ ₹1 എഴുതാം. അപ്പോൾ നമ്മൾ എന്തായി? ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ₹11. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കുക. യെസ്, ഓക്കെ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു?
മണി ഈസ് ഓഫൺ യൂസ് ടു ബൈ തിങ്സ്. സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ എന്താണ് ഓഫൺ ആയിട്ട് ഉപയോഗിക്കുക? മണി അല്ലേ? അതായത് മണി ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്. അതായത് മണി നമ്മൾ നോട്ട്സിലും ഉണ്ടാവും കോയിൻസിലും ഉണ്ടാവും എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് റിട്ടേൺ യൂസിങ് ദ സിമ്പിൾ. നമ്മളല്ലേ സിമ്പിൾ ഉപയോഗിച്ച് റുപ്പീസിനെ എഴുതാൻ പഠിച്ചു അല്ലേ? റുപ്പീസിന്റെ സിമ്പിൾ ഇടാൻ പഠിച്ചു അല്ലേ? പിന്നെന്ത് പഠിച്ചു? മണി ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അതായത് വാല്യൂ തന്നിട്ടുണ്ട്, നമ്മൾ ആ വാല്യൂ കിട്ടാൻ ഏതൊക്കെ നോട്ട്സ് ആൻഡ് കോയിൻസ് ആഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു അല്ലേ? യെസ്. Different amount of money can be added or subtracted to form a specific amount. Okay children, that is all for today. See you next time. Take care. Bye.